Plus reporter. 16 കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 60,803 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 4,497 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 281 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 24 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 69,953 സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. 4,832 പേർ രോഗമുക്തരായി. ഈ തിങ്കളാഴ്ച വന്ന കണക്കനുസരിച്ച് 61,281 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലുള്ളത്. 65,414 ആയിരുന്നു ഒരാഴ്ച മുൻപ് ചികിത്സയിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് 6.3% കുറവ് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വന്നിട്ടുണ്ട്. കോവിഡ് കുറയുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് ആശ്വാസകരമായ കാര്യമാണ്. രോഗവ്യാപനം കുറക്കുന്നതിൽ വാക്സിനേഷന് പ്രധാന പങ്ക് വഹിക്കാനാവും. ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിർമ്മിച്ച വാക്സിനുകളാണ് വിതരണത്തിനായി നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക ആവശ്യമില്ല. ചില തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ പറ്റുന്ന പ്രചരണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നു. അത് ഒഴിവാക്കേണ്ടതാണ്. സമൂഹത്തിൻ്റെ സുരക്ഷയെ തുരങ്കം വെക്കുന്ന പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ സാധിക്കില്ല. കേരളത്തിൽ കോവിഡ് വൈറസിൻ്റെ പുതിയ ജനിതക വ്യതിയാനം വന്നിരിക്കുന്നു എന്ന വാർത്ത ഒരുതരം ആശങ്കാജനകമായ രീതിയിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൈറസുകളിൽ ജനിതക വ്യതിയാനം വരുന്നത് സ്വാഭാവികമാണ്. ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അക്കാര്യം വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതും പഠനവിധേയമാക്കേണ്ടതും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കോവിഡ് വൈറസുകളുടെ ജനിതക വ്യതിയാനം നമ്മൾ പഠനവിധേയമാക്കുന്നത്. അങ്ങനെ കൃത്യമായി വൈറസുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ബയോളജി എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനവുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതിനോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട്. ജനിതക വ്യതിയാനങ്ങൾ അതിൻ്റെ ഭാഗമായി കണ്ടെത്തുകയും അവയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. മേൽപ്പറഞ്ഞ ജനിതക വ്യതിയാനം ഏതെങ്കിലും തരത്തിൽ അപകടകരമായ സ്ഥിതി സൃഷ്ടിക്കുമെന്ന വിവരം ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പുരോഗമിക്കുന്നതേയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർത്തും അക്കാദമികമായ ഇത്തരം പഠനങ്ങളെക്കുറിച്ച് വാർത്ത നൽകുമ്പോൾ കൂടുതൽ അവധാനത കാണിക്കാൻ ശ്രദ്ധിക്കണം. അനാവശ്യമായ ഭീതി പരത്താനല്ല, ശാസ്ത്രീയമായ വിവരങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നൽകി ബോധവൽക്കരിക്കാനാണ് പൊതുവെ ശ്രമിക്കേണ്ടത്.
ഇന്ന് കാലത്ത് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ഇതിൽ സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളിലായി 3051 തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതോടെ ഈ സർക്കാർ സൃഷ്ടിച്ച പുതിയ സ്ഥിരം തസ്തികകളുടെ എണ്ണം 30,000 കടന്നു. താൽക്കാലികമടക്കം അത് 500,000-ഓളമാണ്. ആരോഗ്യവകുപ്പിൽ 2027 തസ്തികകൾ സൃഷ്ടിക്കാനാണ് ഇന്ന് തീരുമാനിച്ചത്. ഇതിൽ 1200 തസ്തികകൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കീഴിലും 527 എണ്ണം മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ കീഴിലും 300 തസ്തികകൾ ആയുഷ് വകുപ്പിന് കീഴിലുമാണ്. ഇതിനു പുറമേയുമുണ്ട്. മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ പ്രവർത്തനത്തിന് 33 തസ്തികകൾ അനുവദിച്ചിട്ടുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് 17 തസ്തികകൾ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ SAT ആശുപത്രിയിൽ പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി യൂണിറ്റ് ആരംഭിക്കും. ഇതിന് 5 തസ്തികകൾ അനുവദിക്കുന്നുണ്ട്. 35 എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് വേണ്ടി 151 പുതിയ തസ്തികകൾ പുതുതായി സൃഷ്ടിക്കും. ഇതിനു പുറമെ 24 HSST ജൂനിയർ തസ്തികകൾ അപ്ഗ്രേഡ് ചെയ്യും. തിരുവനന്തപുരം, വിയ്യൂർ, കണ്ണൂർ എന്നീ സെൻട്രൽ ജയിലുകളിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഓരോ തസ്തിക സൃഷ്ടിക്കും. 250 തടവുകാർ വരെയുള്ള ജയിലുകളിൽ കൗൺസിലറുടെ ഒരു തസ്തികയും പരമാവധി 5 തസ്തിക സൃഷ്ടിക്കും. പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന തവനൂർ സെൻട്രൽ ജയിലിൻ്റെ പ്രവർത്തനത്തിന് 161 തസ്തികകൾ സൃഷ്ടിക്കും. കേരള സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യമായി ഉണ്ടാകുന്ന ഒരു സെൻട്രൽ ജയിലാണിത്. ബാക്കി സെൻട്രൽ ജയിലുകളൊക്കെ നേരത്തെ നമ്മുടെ നാട്ടിലുള്ളതാണ്. സെൻറ്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനിൽ 22 തസ്തികകൾ, വിവിധ അറബിക് എയ്ഡഡ് കോളേജുകളിൽ 54 അധ്യാപക തസ്തികകൾ, സർക്കാർ സംഗീത കോളേജുകളിൽ 14 ജൂനിയർ ലെക്ചറർ, 3 ലെക്ചറർ തസ്തികകൾ. തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തി സ്റ്റേറ്റ് ബയോ കൺട്രോൾ ലാബ് പ്രവർത്തനത്തിന് 9 സ്ഥിരം തൊഴിലാളികളുടെ തസ്തിക. ഇവയെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൽ 30 അനധ്യാപക തസ്തികകൾ സൃഷ്ടിക്കും. ഇതിൽ 24 എണ്ണം പുതിയ തസ്തികകളാണ്. 6 തസ്തികകൾ റീഡെസിഗ്നേറ്റ് ചെയ്യും. കോഴിക്കോട് ഗവൺമെൻറ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 7 അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയും പുതുതായി ആരംഭിച്ച 28 സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 100 അനധ്യാപക തസ്തികകളും സൃഷ്ടിക്കും. അഗ്നിരക്ഷാ വകുപ്പിന് കീഴിൽ താനൂർ, പട്ടാമ്പി, കോങ്ങാട്, കൊല്ലങ്കോട്, കല്ലമ്പലം എന്നിവിടങ്ങളിൽ പുതിയ ഫയർ സ്റ്റേഷനുകൾ ആരംഭിക്കുന്നതിന് 65 തസ്തികകൾ സൃഷ്ടിക്കും. ഉള്ളൂർ, മാവൂർ, ചീമേനി, പനമരം, വൈത്തിരി, രാജാക്കാട്, ആറന്മുള, പാലോട്, നേര്യമംഗലം ഇവിടങ്ങളിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകുന്നു. മികച്ച കായിക താരങ്ങൾക്ക്
സർക്കാർ സർവീസിൽ നിയമനം നൽകുന്നതിനുള്ള പദ്ധതി പ്രകാരം 249 ഒഴിവുകളിലേക്ക് നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കാൻ തീരുമാനിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ 2ാം ഗ്രേഡ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ 20 തസ്തികകൾ സൃഷ്ടിക്കും. കോടതി ഭാഷ മലയാളമാക്കുന്നതിന് മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികളിൽ മലയാളം പരിഭാഷകരുടെ 50 തസ്തികകൾ സൃഷ്ടിക്കും. അഹാഡ്സ് നിർത്തലാക്കുന്നതുവരെ ജോലിയിൽ തുടർന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 32 സാക്ഷരതാ ഇൻസ്പെക്ടർമാർക്ക് അവരുടെ യോഗ്യതക്കനുസരിച്ച് സൂപ്പർ ന്യൂമറി തസ്തികകൾ സൃഷ്ടിച്ച് വനം വകുപ്പിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലും നിയമനം നൽകും. ഇതോടൊപ്പം ട്രാക്കോ കേബിൾ കമ്പനിയിലെ മാനേജീരിയൽ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പരിഷ്കരിക്കാൻ തീരുമാനിച്ചു. 1939 മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട്, 1955 ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്റ്റും ഏകീകരിച്ചുകൊണ്ട് കേരള പൊതുജനാരോഗ്യ നിയമം നടപ്പിലാക്കുന്നതിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. 1953 ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്റ്റും 1914 മദ്രാസ് മെഡിക്കൽ രജിസ്ട്രേഷൻ ആക്റ്റും ഏകീകരിച്ചുകൊണ്ട് കേരള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് നടപ്പാക്കുന്നതിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. കേരള മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ്റെ കാലാവധി 2021 മാർച്ച് 28 മുതൽ 6 മാസത്തേക്ക് ദീർഘിപ്പിക്കും. കേരള അഡ്വക്കേറ്റ് ക്ലാർക്ക് ക്ഷേമനിധിയിൽ അംഗമായ അഭിഭാഷക ക്ലാർക്കുമാരുടെ പ്രതിമാസ പെൻഷൻ 600 രൂപയിൽ നിന്ന് 2000 രൂപയായി വർദ്ധിപ്പിക്കുന്നതിന് ക്ഷേമനിധി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ തീരുമാനിച്ചു. വിരമിക്കൽ ആനുകൂല്യം 3 ലക്ഷം രൂപയിൽ നിന്ന് 4 ലക്ഷം രൂപയായി ഉയർത്തും. പുനരുപയോഗ ഊർജം സംബന്ധിച്ച ദേശീയ സംസ്ഥാന നയങ്ങൾക്കനുസൃതമായി അനർട്ട് പുനഃസംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിച്ചു. ഇതിനാവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കും. വനിതാ വികസന കോർപ്പറേഷനിൽ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 58 ഉയർത്താൻ തീരുമാനിച്ചു. സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷനിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കും. ദുരന്താഘാത സാധ്യത സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി 2016 നഗര ഗ്രാമാസൂത്രണ ആക്ട് ഭേദഗതി ചെയ്യുന്നതിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. സംസ്ഥാനത്തെ സ്റ്റേജ് കാരേജുകളുടെയും കോൺട്രാക്ട് കാരേജുകളുടെയും 2021 ജനുവരി 1 ആരംഭിച്ച ത്രൈമാസ വാഹന നികുതി പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ചു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. കേരളത്തിൽ കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായ കാളപൂട്ട്, കന്നുപൂട്ട്, മരവടി, ഉഴവു മത്സരങ്ങൾ തുറന്നു നടത്തുന്നതിന് കേന്ദ്ര നിയമമായ പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു ആനിമൽസ് ആക്ടിൽ ഭേദഗതി വരുത്തിയ പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു ആനിമൽസ് കേരള ഭേദഗതി ബിൽ മന്ത്രിസഭ അംഗീകരിച്ചു. ഇത് ഓർഡിനൻസായി വിളംബരം ചെയ്യാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. കോവിഡ് മൂലം പ്രതിസന്ധിയിലായ
IT കമ്പനികളെ സഹായിക്കുന്നതിന് സർക്കാർ IT പാർക്കുകളിൽ 25,000 ചതുരശ്ര അടി വരെ സ്ഥലം ഉപയോഗിക്കുന്ന കമ്പനികൾക്ക് 2020 ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ വാടകയിൽ 10,000 ചതുരശ്ര അടി വരെയുള്ള സ്ഥലത്തിൻ്റെ വാടക ഒഴിവാക്കും. ബാക്കി സ്ഥലത്തിൻ്റെ വാടകയ്ക്ക് 2020 ഏപ്രിലിലെ ഉത്തരവ് പ്രകാരമുള്ള മൊറട്ടോറിയം ബാധകമായിരിക്കും. ഇതിനകം വാടക അടച്ചിട്ടുണ്ടെങ്കിൽ 2020-21 തുറന്നുള്ള മാസങ്ങളിൽ അത് ക്രമീകരിച്ചു കൊടുക്കും. 10,000 ചതുരശ്ര അടി വരെയുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും 2020 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള വാടക എഴുതിത്തള്ളാൻ തീരുമാനിച്ചു. സർക്കാർ പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് 2020 ഏപ്രിലിൽ സർക്കാർ ഒരു പുനരുജ്ജീവന പാക്കേജ് നടപ്പാക്കിയിരുന്നു. അതിനു പുറമെയാണ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ള ഇളവുകൾ. KSFE ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചു. 2017 ആഗസ്റ്റ് 1 മുതൽ ഇതിന് പ്രാബല്യമുണ്ടാകും. കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ ഗ്രാമീൺ 2ാം ഘട്ടം സംസ്ഥാന വിഹിതം സമയബന്ധിതമായി ലഭിക്കുമെന്ന് ഉറപ്പാക്കി നടപ്പാക്കാൻ തീരുമാനിച്ചു. ലൈഫ് മിഷനിൽ നിർമ്മിച്ച വീടുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ തീരുമാനിച്ചു. ഓരോ വീടിനും 4 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് ഇത് നടപ്പാക്കുന്നത്. ആദ്യ 3 വർഷത്തേക്കുള്ള പ്രീമിയം സർക്കാർ അടക്കും. 2,50,547 വീടുകൾക്ക് 8,74,00,000 രൂപയാണ് 3 വർഷത്തേക്ക് പ്രീമിയമായി വരുന്നത്. 3 വർഷത്തിന് ശേഷം ഗുണഭോക്താവിന് നേരിട്ട് ഇൻഷുറൻസ് പുതുക്കാം. ലൈഫ് മിഷനിൽ 3ാം ഘട്ടത്തിലെയും എഡീഷണൽ ലീസ്റ്റിലെയും ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കുന്നതിന് ഹഡ്കോയിൽ നിന്ന് 1,500 കോടി രൂപ വായ്പയെടുക്കുന്നതിന് അനുമതി നൽകാൻ തീരുമാനിച്ചു. പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി ആസ്ഥാനമായി ട്രൈബൽ താലൂക്ക് രൂപീകരിക്കും. ദീർഘകാലമായി കുടിശ്ശികയുള്ള മോട്ടോർ വാഹന നികുതി തവണകളായി അടക്കുന്നതിന് അനുമതി നൽകും. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാനായി മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് TS ഗോപിനാഥനെ നിയമിക്കും. കിഫ്ബി വായ്പ ലഭ്യമാക്കി KSRTC നിരത്തിലിറക്കുന്ന പുതിയ ബസ്സുകൾ ഓടിക്കുന്നതിനായി KSRTC സ്വിഫ്റ്റ് എന്ന സ്വതന്ത്ര കമ്പനി രൂപീകരിക്കുന്നതിന് തീരുമാനിച്ചു. മറ്റൊരു കാര്യം പറയാനുള്ളത്, ആർദ്രം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് 64 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കൂടി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി എന്നതാണ്. രാജ്യത്തെ ആദ്യ ഡിഫൻസ് പാർക്കിൻ്റെ ഉദ്ഘാടനവും ഇന്ന് നടന്നു. 130,94,00,000 രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പദ്ധതിയിൽ 50 കോടി രൂപ കേന്ദ്ര സഹായമാണ്. കിൻഫ്രയുടെ നിയന്ത്രണത്തിലുള്ള 60 ഏക്കർ ഭൂമിയിലാണ് ഡിഫൻസ് പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. പ്രതിരോധ സേനയ്ക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളും അനുബന്ധ ഘടകങ്ങളുമാണ്
ഇവിടെ പ്രധാനമായും നിർമ്മിക്കുക. എയർക്രാഫ്റ്റ് ഘടകങ്ങൾ, പ്രതിരോധ നേവിഗേഷൻ ഉൽപ്പന്നങ്ങൾ, കപ്പലിൻ്റെ ഭാഗങ്ങൾ, പ്രതിരോധവുമായി ബന്ധപ്പെട്ട IT ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, മൈക്രോ സാറ്റലൈറ്റ്, തന്ത്രപ്രധാനമായ ആശയവിനിമയ സംവിധാനങ്ങൾ, സംരക്ഷണ വസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിലുൾപ്പെടും. സംരംഭകർക്കായി അതിവിപുലവും അത്യാധുനികവുമായ സംവിധാനങ്ങളാണ് ഡിഫൻസ് പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. വ്യവസായികൾക്ക് 30 വർഷത്തേക്ക് ഇവിടെ നിന്ന് ഭൂമി പാട്ടത്തിൽ ലഭിക്കും. അത് 90 വർഷം വരെ പുതുക്കുന്നതിനുള്ള വ്യവസ്ഥയുണ്ട്. 2 ലക്ഷം ചതുരശ്ര അടിയിലുള്ള കോമൺ ഫെസിലിറ്റി സെൻറ്റർ, അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, 3 വെയർഹൗസുകൾ, കോമൺ യൂട്ടിലിറ്റി സെൻറ്റർ, കോൺഫറൻസ് റൂമുകൾ, ഇതിനെല്ലാം പുറമെ ആഭ്യന്തര റോഡ് ശൃംഖല, വിപുലമായ പാർക്കിംഗ് ഏരിയ, ചുറ്റുമതിൽ, സെക്യൂരിറ്റി സംവിധാനം ഇവയെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടേക്കാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ ലഭ്യമാക്കും. ഇവിടെ സജ്ജമാക്കിയിട്ടുള്ള വിപുലമായ സംവിധാനങ്ങളിൽ ആകൃഷ്ടരായി നിരവധി കമ്പനികൾ ഡിഫൻസ് പാർക്കുമായി സഹകരിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, അഴിമതി തുടച്ചു നീക്കുക എന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. അതിനാൽ ഒരു ചുവടുവെപ്പ് കൂടി നടത്തുകയാണ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി അഴിമതി മുക്ത കേരളം എന്താണ് ലക്ഷ്യം വെക്കുന്നത്. അതിനായി അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങൾക്ക് തെളിവുകൾ സഹിതം നൽകാനായി ഒരു വെബ്സൈറ്റ് ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ജനജാഗ്രത എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. വെബ്സൈറ്റിൻ്റെ പേര് നിർദ്ദേശിക്കാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. 740ഓളം വ്യക്തികൾ പേരുകൾ നിർദ്ദേശിക്കുകയുണ്ടായി. അതിൽ നിന്നാണ് ജനജാഗ്രത എന്ന പേര് തിരഞ്ഞെടുത്തത്. 7 പേർ ജനജാഗ്രത എന്ന പേർ നിർദ്ദേശിച്ചു. അതിൽ ആദ്യം നിർദ്ദേശിച്ച ആളെയാണ് വിജയിയായി കണ്ടെത്തിയിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റ് മുഖാന്തരം അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ നൽകാവുന്നതാണ്. വെബ്സൈറ്റിൽ എല്ലാ വകുപ്പുകളുടെയും പേരുകളും ഓരോ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരുടെ വിവരങ്ങളും ഉണ്ടായിരിക്കും. ഏത് വകുപ്പിൽ ഏത് ലെവലിൽ അഴിമതി നടന്നാലും ജനങ്ങൾക്കത് അറിയിക്കാൻ സാധിക്കും. അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അഴിമതിക്കെതിരെ ആദ്യഘട്ടത്തിൽ മുൻകരുതൽ നടപടികളും പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും വേഗത്തിൽ സ്വീകരിക്കാൻ കഴിയും. സർക്കാർ ഉദ്യോഗസ്ഥർ പലപ്പോഴും ഭയക്കുന്നത് തങ്ങൾക്കെതിരെ മനഃപൂർവ്വം ചിലരെങ്കിലും വ്യാജ അഴിമതി പരാതികൾ നൽകുന്നു എന്നതാണ്. ഈ വെബ്സൈറ്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ആ ഭയം ഇല്ലാതാകും. യഥാർത്ഥ പരാതികളും വ്യാജ പരാതികളും തിരിച്ചറിയുന്ന തരത്തിലാണ് വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സത്യസന്ധമായി ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഭയക്കേണ്ടതില്ല. പൂർണ്ണമായി ജനങ്ങളുടെ പിന്തുണയോടുകൂടി മാത്രമേ ഈ പദ്ധതി വിജയത്തിലെത്തിക്കാനാവൂ. സ്മാർട്ട് ഫോൺ വഴി ഏതൊരാൾക്കും അഴിമതി മുക്ത കേരളത്തിനായി
ഇടപെടാനാകും. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വിശ്രമത്തിനും പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കുന്നതിനുമായി വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും ശുചിമുറികളും നിർമ്മിക്കുന്ന പദ്ധതി പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ച 12 പദ്ധതിയുടെ ഭാഗമായാണ് അത് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 1053 ശുചിമുറികളാണ് നിർമ്മിക്കുകയോ നവീകരിക്കുകയോ ചെയ്യുന്നത്. ഇതിൽ 721 എണ്ണത്തിൻ്റെ കരാർ നൽകിക്കഴിഞ്ഞു. അതിൽ തന്നെ 502 എണ്ണത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 50ഓളം ശുചിമുറികൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. KSRTCയിലെ 40 ശുചിമുറികളും നവീകരിക്കുന്നുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് KSRTCയിലെ പദ്ധതി നടപ്പാക്കുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനി കണ്ണൂർ ജില്ലയിലെ ചാലയിൽ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നുണ്ട്. വലിയ കാലതാമസമില്ലാതെ തന്നെ ആ പദ്ധതി പൂർത്തീകരിക്കാൻ അവർ ലക്ഷ്യമിടുന്നുണ്ട്. പ്രവാസികൾക്ക് നിക്ഷേപ അവസരത്തിനായി സർക്കാർ സ്ഥാപിച്ച ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ ആദ്യ സംരംഭമായി വഴിയോര വിശ്രമ കേന്ദ്രങ്ങളാണ് തുടങ്ങുന്നത്. ഭക്ഷണശാലകൾ, വിനോദ കേന്ദ്രങ്ങൾ, വാഹന അറ്റകുറ്റപ്പണിക്കുള്ള ഇടം തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. CM ഇന്ന് ഈ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനൊപ്പം തന്നെ ഈ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തൽ നിർത്തിയെന്നും കേട്ടു. ഇത് കുറച്ചുകൂടി നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രതിഷേധങ്ങളൊക്കെ ഒഴിവാക്കി കൂടായിരുന്നു. ഇന്ന് ഹൈക്കോടതിയും ഈ സ്ഥിരപ്പെടുത്തലിൽ എന്തെങ്കിലും ചട്ടമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സർക്കാരിനോട്. അല്ല, ഇതിൽ സർക്കാരെടുത്ത നടപടികളിൽ യാതൊരു അനവധാനതയും ഉണ്ടായിട്ടില്ല. നേരത്തെ എടുത്തതിൽ ഞാൻ പലവട്ടം ആവർത്തിച്ചതാണ്, ഇന്നലെയും ഇവിടെ ആവർത്തിച്ചതാണ്. ഞങ്ങളെ ഈ സ്ഥിരപ്പെടുത്തുന്നത് PSC ലീസ്റ്റ് ഇല്ലാത്ത സ്ഥലത്താണ്. PSC ലീസ്റ്റിലുള്ള ആർക്കും അവിടെ സ്ഥിരപ്പെടുത്താനും കഴിയില്ല. PSC ലീസ്റ്റുള്ളവർക്ക് നിയമനം കൊടുക്കാൻ കഴിയില്ല. PSC ലീസ്റ്റുള്ളവർ അത് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. ഇത് ഓരോ സ്ഥാപനവും, എല്ലാ സ്ഥാപനത്തിലും PSC ലീസ്റ്റ് ഇല്ലല്ലോ, PSCക്ക് നിയമനം വിട്ടിട്ടില്ലല്ലോ. ഓരോ സ്ഥാപനത്തിൻ്റെയും നടത്തിപ്പിന് അവരോരോ ഘട്ടത്തിൽ ആളുകളെ എടുക്കുന്നുണ്ട്. അത് ചിലർ നല്ല കൃത്യതയോടെയുള്ള പരീക്ഷയും മറ്റും നടത്തി തന്നെ എടുക്കുന്നവരാണ്. എന്നാൽ അംഗീകൃത ജോലിയായി വന്നിട്ടില്ല, താൽക്കാലികക്കാരായി നിൽക്കുകയാണ്. ഇത്തരം ആളുകൾ വർഷങ്ങൾ കുറച്ചായി, വർഷങ്ങൾ 20 വർഷം ആയവരുണ്ട് ചിലർ. അപ്പോൾ അത്തരം ആളുകളെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പരിഗണന ഇല്ലാതെ തന്നെ കൃത്യമായ മാനദണ്ഡ അടിസ്ഥാനത്തിൽ ഇത്രയും കാലം അവരവിടെ വർക്ക് ചെയ്തെന്നുള്ളത് തന്നെ ഒരു പ്രത്യേക കാര്യമാണല്ലോ. ഒരു 20 വർഷം വർക്ക് ചെയ്ത ആൾ, 15 വർഷം വർക്ക് ചെയ്ത ആൾ, 10 വർഷം വർക്ക് ചെയ്ത ആൾ, അവരെ നിങ്ങൾ പിരിഞ്ഞു പോയിക്കോ എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന മാനസിക പ്രശ്നമില്ലേ? അതാണ് 10 വർഷമുള്ളവരെ നിയമിക്കുന്നതിന് സർക്കാർ തീരുമാനിക്കുന്നതിനിടയാക്കിയത്. ഇപ്പോൾ ഇവിടെ വരുത്താൻ നോക്കിയ ഒരു പ്രതീതി ഇതെന്തോ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുന്നു. നേരത്തെ UDF ഗവൺമെൻറ് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഈ നിയമനം നടത്തിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ നിയമിച്ചവരെ അവർ തന്നെ സ്ഥിരപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. ഇതങ്ങനൊരു കാര്യമേ വരുന്നില്ല. പൂർണ്ണമായും 10 വർഷം സർവീസ് പൂർത്തിയാക്കിയവരെ മാത്രം പരിഗണിക്കുന്ന നിലയാണ്. 10 വർഷത്തിന് മേലെ അങ്ങനെ വരുമ്പോൾ എത്ര വർഷമാകാം. പക്ഷേ അത്തരമൊരു സംഭവം നമ്മുടെ നാട്ടിൽ എന്തോ ഒരു ചെയ്യാൻ പാടില്ലാത്ത കാര്യം സർക്കാർ ചെയ്യുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ നോക്കുകയാണ്.
ഇത് ബോധപൂർവമായൊരു നടപടിയാണ്. അപ്പോൾ ബോധപൂർവം സർക്കാരിൻ്റെ നടപടികളെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് അവസരം ഉണ്ടാക്കേണ്ടതില്ല. ഈ ആളുകൾക്ക് അവസരം നഷ്ടപ്പെട്ടു പോകില്ല. ഏതാനും മാസങ്ങളുടെ പ്രശ്നം മാത്രമേ ഉണ്ടാവൂ. ഇവരെ അർഹതയുള്ളവരായിട്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് കാണുന്നത്. LDF അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇവിടെ ജനങ്ങളിപ്പോൾ LDF സർക്കാരിനോടൊപ്പം തന്നെയാണുള്ളത്. ജനങ്ങൾ അങ്ങനെയൊരു നിലപാടെടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ തീരുമാനം വന്നാൽ നിശ്ചയമായും ഇവരെ കൈയൊഴിയാത്ത സമീപനം തന്നെയാണ് LDF സ്വീകരിക്കുക. ഇന്ന് തെറ്റായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതൊരായുധമാക്കാൻ അവസരം കൊടുക്കണ്ട. എന്തുകൊണ്ടാണ് ഇപ്പോൾ ആർക്കും നിയമനം നൽകുന്നില്ല എന്ന് തീരുമാനിച്ചത്? അതിൻ്റെ ഭാഗമാണത്. ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ചോദിച്ചതിന് സ്വാഭാവികമാണ്, അവരുടെ മുന്നിൽ കാര്യങ്ങൾ വരുമ്പോൾ അവരന്വേഷിക്കും. അതിന് കൃത്യമായ മറുപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ സർക്കാർ നൽകുകയും ചെയ്യും. അതിൽ പ്രത്യേക ആശങ്കയുടെ പ്രശ്നമൊന്നും വരുന്നില്ല. CM അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇന്ന് ജയ്ഹിന്ദ് TV ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് നേരത്തെ സരിതാ നായർ ഉൾപ്പെട്ട ഒരു തൊഴിൽത്തട്ടിപ്പ് കേസിന് സമാനമായ രീതിയിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും AGS ഓഫീസിലും പരീക്ഷാ ഭവനിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഥിര നിയമനം വാഗ്ദാനം ചെയ്ത് 3 മുതൽ 7 ലക്ഷം രൂപ വരെ കോഴ വാങ്ങി നിയമനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളും തെളിവുകളും സഹിതമാണ് പുറത്തുവിട്ടത്. ഇവർ പറയുന്നത് CPM-ലെ ചിലർ, അതായത് തിരുവനന്തപുരത്ത് തന്നെയുള്ള ചില CPM നേതാക്കളുടെ പേര് വിവരങ്ങളും ഇവർ നൽകുന്നുണ്ട്. ഇവരുമൊക്കെയായി അടുത്ത ബന്ധമാണുള്ളത്, ഇവരൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടുള്ളത് എന്ന്. ഇത് സരിതാ നായർ നേരത്തെ അവർക്ക് നേരെ ഉയർന്ന ആരോപണത്തിന് സമാനമായ രീതിയിലാണ്. ഈ മാഫിയകളാണോ സർക്കാരിന്റെ മുഖത്ത് കരിവാരിത്തേക്കാൻ പ്രവർത്തിക്കുന്നത് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? നേരത്തെ പറഞ്ഞത് ഇവരെ കുറിച്ചല്ല. ഇതിപ്പം നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞത് നേരത്തെ വാർത്ത കൊടുക്കുന്നവരെ കുറിച്ചാണ്. അത് വേറെ ഇത് വേറെ. ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിനെ കുറിച്ച് ആർക്കും ആശങ്കയുണ്ടാവില്ല. ആരെങ്കിലും തെറ്റായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതാരായാലും കർക്കശമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഈ തെറ്റായ മാർഗത്തിലൂടെ നിയമനം കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലില്ല. അത് സാധിക്കുന്നതുമല്ല. പിന്നെ നാട്ടിൽ പല ആളുകളെയും പലരും പറ്റിക്കുന്നുണ്ട്. വഞ്ചിക്കാൻ തയ്യാറായി കുറേ ആളുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും സംഭവിക്കുന്നുവെങ്കിൽ അതിന് നിയമപ്രകാരമുള്ള നടപടികൾ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും. അതാണ് ഇതേവരെയുള്ള അനുഭവം. അത് തന്നെ തുടരും. CM ഇപ്പോൾ വളരെ സുതാര്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ അർഹതപ്പെട്ടവർക്ക് 10 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്ത താൽക്കാലിക ജീവനക്കാർക്കാണ് സർക്കാർ സ്ഥിരം നിയമനം കൊടുക്കുന്ന കാര്യം പരിഗണിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തതെന്ന് അങ്ങ് ആവർത്തിച്ചൂടെ പറയുകയുണ്ടായി. അപ്പോൾ കരിവാരി തേക്കാനുള്ള ഒരു മനഃപൂർവ്വമായ ശ്രമം ഏതെങ്കിലും ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് ആ ഒരു നടപടിയിൽ നിന്ന് പിൻവാങ്ങുന്നത് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയല്ലേ, ഒരു സന്ദേശം കൊടുക്കുകയല്ലേ? തീർച്ചയായും അതിൽ അങ്ങനെയൊരു ഭാഗമുണ്ട്. കാരണം തെറ്റായ കാര്യങ്ങൾക്ക് വഴങ്ങരുത് എന്നുള്ളതാണ് ശരിയായ രീതി. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു കൂട്ടം ചെറുപ്പക്കാർ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ച് ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുന്നു. അങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മൾ സർക്കാർ ചെയ്യുന്ന നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി സുതാര്യമായി ഒരു തരത്തിലുള്ള അപാകതയുമില്ലാതെ ചെയ്യുന്നൊരു കാര്യം വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കേണ്ടതില്ല എന്നാണ് സർക്കാർ കണ്ടത്. ഞങ്ങൾ ഒരു തരത്തിലും അത് ആശങ്കപ്പെടുന്നില്ല. ഇവർക്ക് നിയമനം കൊടുക്കാൻ ഒരു തരത്തിലും തടസ്സമുണ്ടാകില്ല. ഇപ്പോഴത് കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭാവിയിൽ അവർക്ക് നിയമനം കിട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നലെ താങ്കൾ നടത്തിയ ഒരു വാർത്താ സമ്മേളനം സംബന്ധിച്ച് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ ഇന്നൊരു പ്രതികരണം നടത്തുന്നത് വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് AKG സെന്ററിലെ അടിച്ചുതളിക്കാരോട് സംസാരിക്കുന്ന രീതിയിൽ ആണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്, അതേപോലെ മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ സംസാരിക്കുന്നു എന്നാണ്. ഇതേക്കുറിച്ച് എന്താണ് അങ്ങയുടെ പ്രതികരണം? അല്ല, അത് നിങ്ങളല്ലേ കാണേണ്ടത്, നിങ്ങളല്ലേ പറയേണ്ടത്. നിങ്ങളാണ് എന്നോട് ചോദിക്കുന്നവർ, നിങ്ങളോടാണ് ഞാൻ മറുപടി പറയുന്നത്. ആ മറുപടിയിൽ പിന്നെ അടിച്ചു തളിക്കാരിയായാലും മര്യാദയില്ലാതെ സംസാരിക്കാമെന്നാണോ? അങ്ങനെയുണ്ട് ഒരു കാര്യം? അടിച്ചു തളിക്കാരിയായാലും അവർ ഒരു മനുഷ്യ സ്ത്രീയല്ലേ, അവർ തൊഴിലല്ലേ എടുക്കുന്നത്. ആ തൊഴിലെടുക്കുന്നവരോട് മാന്യമായിട്ടല്ലേ പെരുമാറുക.
അത് മുനീറിൻ്റെ സ്വഭാവം പറഞ്ഞതായിരിക്കും, എനിക്ക് ആ സ്വഭാവമില്ല. നമുക്ക് എല്ലാ സമയം കുറച്ചായല്ലോ, ബാക്കി പിന്നെ ആയിക്കൂടെ. ഒരാൾ കൂടി ചോദിക്കാതായാലും അതാ എന്നിട്ട് അവസാനിപ്പിക്കും. ഇന്നലെ CM കുറെ നേരം എടുത്ത് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. അതൊരു ചർച്ച നടത്തി പരിഹരിക്കേണ്ടതല്ല എന്ന് CM-ന് ഇപ്പോഴും തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ സർക്കാരിന്റെ കാലത്ത് താൽക്കാലികമായി നിയമിച്ച ആൾക്കാരുടെ എണ്ണം CM-ന്റെ കയ്യിൽ ഉണ്ടോ? അതാണ് നിങ്ങൾ കാണേണ്ട ഒരു കാര്യം. ഞാൻ ഇന്നലെ പോലീസ് ലിസ്റ്റിൽ ഉദ്യോഗം കിട്ടേണ്ട ആളുകളുടെ സ്ഥിതിവിശേഷം പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞ കാര്യം എന്താ? 2021 ഡിസംബർ വരെയുള്ള ഒഴിവുകൾ കണക്കാക്കി അത് റിപ്പോർട്ട് ചെയ്തു എന്നാണ്. എന്നിട്ട് അവരെ എടുത്തു. പക്ഷേ ആ റാങ്ക് ലിസ്റ്റ് ഇനിയും ആൾ കിടക്കുന്നുണ്ട്. അവർ ശവവും പേറിയിട്ടാണ് പ്രകടനം നടത്തിയത്. അപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും തങ്ങൾക്കതൊന്നും ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ഏതാനും പേര്, അതിനാവശ്യമായ പ്രോത്സാഹനം നൽകുന്ന ചിലർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ് ആദ്യം വേണ്ടത്. ഈ ലിസ്റ്റിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? സാധാരണക്കാർക്ക് ഒരു നടപടിയും എടുക്കാൻ കഴിയുന്നില്ല. ലിസ്റ്റ് റദ്ദായതിൽ ഒരു ഖേദവും ആർക്കും വേണ്ടതില്ല. ഈ വർഷം ഡിസംബർ വരെയുള്ള ഒഴിവുകൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അത്രയും ആളുകളിപ്പോൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, പരിശീലനം നടക്കുന്നു. പക്ഷേ തെറ്റിദ്ധാരണ വരുത്താനുള്ള ശ്രമം നടക്കുകയാണ്. അപ്പോൾ അവർ ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള നടപടികളാണ് എടുക്കേണ്ടത്. മറ്റേതിനൊക്കെ ഓർമ്മയുണ്ട് എത്ര ആളുകൾ എന്നുള്ളത്. അത് ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം എത്ര ആളുകളെയാണ് നിയമിച്ചത് എന്ന്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം.